ഇതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക. കാരണം കുറച്ച് അരിഞ്ഞിട്ട് 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ആയിരുന്നു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വാടിക്കിട്ടും സവാള. അതിനുശേഷം തുറന്ന് അതിലേക്ക് ആവശ്യമുള്ള മുളക്, ചില്ലി ഫ്ലേക്സ് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതൊരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇഷ്ടംപോലെ ഇടാം കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുളക് കുത്തിപ്പിടിച്ച മുളക് നന്നായിട്ട് മൂത്ത് വരണം. സിമ്മിലിട്ടിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഈ സവാളയും മുളകും നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ അരിയുന്നതിന് മുമ്പായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു 15 മിനിറ്റെങ്കിലും അതിൽ മുക്കി വെക്കണം കേട്ടോ. അതിന് ശേഷം കഴുകിയെടുത്തിട്ടാണ് ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കുക. സിമ്മിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഇതിൽ വെള്ളമൊന്നും ഇല്ലല്ലോ. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക, വേവുന്നത് വരെ അതുപോലെ തന്നെ ചെയ്യുക. ഉപ്പ് നേരത്തെ നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലത്തെ ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ കുക്കിംഗ് ടൈം 10 മിനിറ്റാണ്. 10 മിനിറ്റിനുകൊണ്ട് വേവും. പക്ഷേ സിമ്മിലിട്ടിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അടച്ച് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് വേണം വേവിക്കാനായിട്ട്. വെള്ളം ഒട്ടും ഒഴിക്കണ്ട. അപ്പോൾ ഇത് അത്ര രസം ഉണ്ടാവില്ല വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇതിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്താൽ മതി. അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. കോളിഫ്ലവർ അങ്ങനെയാണ്, എന്ത് ചെയ്താലും ടേസ്റ്റാണ്. ഇതുപോലെ ഇപ്പോൾ ഒരു വെറും ഉള്ളിയും മുളകും മാത്രം ഒന്ന് മൂപ്പിച്ചിട്ട് അതിലിട്ടിട്ട് വേവിച്ചാലും കോളിഫ്ലവർ നല്ല സ്വാദാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോളട്ടെ. വേഗം പണി കഴിയില്ലേ. വേറെ ഒന്നും ചെയ്യാനില്ല. സാധാരണ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ കൊണ്ട് ചെയ്യുമ്പോൾ നല്ല സ്വാദുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.